ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ദിവ്യ സന്നിധിയിലേക്ക് ഞാൻ പോയ അനുഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. 38 വർഷങ്ങൾക്ക് മുമ്പ് പറവൂർ കവലയിലെ ഒരു കച്ചവടക്കാരനായിട്ടാണ് ഞാനിരുന്നത്. അന്ന് പലരും വന്ന് സ്വാമിയെക്കുറിച്ച് പല വിവരണങ്ങളുമൊക്കെ എന്നോട് പറയാറുണ്ട്. ഇന്ത്യൻ ബാങ്കിൽ ഡെയിലി കളക്ഷന് വരുന്ന ഒരു ജയൻ വന്നിട്ട് ഓരോ പ്രാവശ്യവും എനിക്ക് സ്വാമിയുടെ ഫോട്ടോയും വിഭൂതിയൊക്കെ തന്നിട്ട് സ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ ഇങ്ങനെ പലരുമൊക്കെ പല സന്യാസിമാരുടെ അടുത്തൊക്കെ പോകുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ആചാര്യനായിരിക്കുമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് പോകാനായിട്ടൊന്നും അങ്ങനെ താല്പര്യമില്ല. കച്ചവടക്കാരനായിരുന്നെങ്കിലും അന്ന് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ഗുണം എനിക്കുണ്ടായിരുന്നു. പല പുസ്തകങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കടയിലിരുന്നായാലും വായിക്കും. സോഡാക്കാരൻ ഐദരോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ആലുവ മുനിസിപ്പൽ ലൈബ്രറിയിൽ അംഗത്വമുള്ള ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതായിരിക്കുന്ന പല പുസ്തകങ്ങളും വായിക്കാനായിട്ട് എനിക്ക് തരാറുണ്ട്. ആ കൂട്ടത്തിലാണ് മാതൃഭൂമിയുടെ പ്രഥമ ചീഫ് എഡിറ്ററായിരുന്ന KP കേശവമേനോൻ സാറിൻ്റെ സമ്പൂർണ്ണ ജീവിതം എന്നുള്ളൊരു പുസ്തകം എനിക്ക് കൊണ്ടു തന്നത്. അതിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ലോകത്തിൽ ജീവിച്ചിരുന്ന അനവധി മഹാത്മാക്കളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഷിർദി ബാബയെക്കുറിച്ചിട്ടും പർത്തിസായിയെക്കുറിച്ചിട്ടും ഉള്ള മാറ്റർ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മഹാത്മാവുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കണമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പുട്ടപ്പർത്തിയിൽ പോയത്. അന്ന് പുട്ടപ്പർത്തിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്ന് കാണുന്നതായിരിക്കുന്ന കുൽബന്തുകാളുകളോ അങ്ങനെയുള്ള ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. ആ സമയത്ത് ഭഗവത് ദർശനത്തിന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭഗവാൻ എൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ടാണ് മറ്റുള്ളവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ സ്വാമിയുടെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പാദ നമസ്കാരത്തെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരം അന്ന് ഉണ്ടായിരുന്നില്ല. സ്വാമി അവിടെ നിന്ന് പോയതിന് ശേഷമാണ് പലരും വന്ന് എന്നോട് ചോദിച്ചത്, ഞങ്ങളൊന്ന് ഭഗവാൻ നോക്കാൻ വേണ്ടി തന്നെ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ താങ്കളുടെ അടുത്ത് ഇത്രയും നേരം വന്ന് ഭഗവാൻ നിന്നിട്ട് താങ്കളൊരു പാദ നമസ്കാരം പോലും കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദുഃഖമടക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് എന്തോ ആ ഭഗവാന്റെ ആകർഷണം കൊണ്ട് വർഷം തോറും ഞാൻ പോകാൻ തുടങ്ങി. പിന്നീട് വർഷത്തിൽ 2-3 പ്രാവശ്യം തുടങ്ങി. എന്നാലും ആലുവയിൽ സത്യസായി സംഘടന പ്രവർത്തനമുണ്ടെന്നോ സമിതി ഭജനകളുണ്ടെന്നോ ഉള്ളതൊന്നും എനിക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല. ഈ ഇന്ത്യൻ ബാങ്കിലെ ജയൻ തന്നെയാണ് ഒരു പ്രാവശ്യം വന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്നോട് ചോദിക്കുന്നത്, ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ ഭജന ശിഖിയുടെ വീട്ടിൽ നടത്താമോ? അപ്പോഴത്തേക്കും ഞാൻ ഭഗവാനെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 8-9 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഭജന നടത്താനായിട്ടുള്ള പരിജ്ഞാനമൊന്നും എനിക്കില്ല. പിന്നെ അതിന് വരുന്നതായിരിക്കുന്ന ചിലവുകളോ ഭക്ഷണങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗ്ലോബൽ ഭജനയുടെ വിശദീകരണം അദ്ദേഹം പറഞ്ഞു. നവംബറിലെ 2nd സാറ്റർഡേ ആണ് ഗ്ലോബൽ ഭജന ആരംഭിക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ഭഗവാൻ പുട്ടപ്പർത്തിയിൽ ദീപം തെളിയിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ സത്യസായി സംഘടനാ പ്രവർത്തകരും ഭജന ആരംഭിക്കുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്കാണ് തീരുന്നത്. ആ സമയം വരെയുള്ള ഭക്ഷണ കാര്യങ്ങളും വീട്ടിലുള്ള പന്തലിടലും മറ്റതൊക്കെ ശിഖി നോക്കിയാൽ മതി. ബാക്കി ഭജനയ്ക്കുള്ള ആളുകളെയും എല്ലാവരെയും ഞാൻ കൊണ്ടുവരാം എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ആ ഗ്ലോബൽ ഭജന എൻ്റെ വീട്ടിൽ സംഭവിച്ചു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. പക്ഷേ ഭഗവാൻ ഇട്ടിരിക്കുന്ന ഡേയ്സ് എൻ്റെ പൂജാമുറിയിൽ നിന്ന് വേറൊരു സ്ഥലത്തായിരുന്നു ആളുകൾക്ക് ഇരിക്കാനായിട്ട് സൗകര്യപ്രദമായിട്ടിരുന്നത്. ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം 10-250 പേരോളം അന്നത്തെ ഗ്ലോബൽ ഭജനയിൽ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് കാണുന്നതായിരിക്കുന്ന ആലുവ സമിതി മാത്രമല്ല, ഉദ്യോഗമണ്ഡല സമിതി ആയാലും കോട്ടുപള്ളി സമിതി, അങ്ങനെ പല സമിതികളൊക്കെ ഇന്ന് വേർതിരിഞ്ഞിരിക്കുന്ന, ഇന്ന്
വേറെ ആയിട്ട് അവർ സ്വന്തമായിട്ട് സമിതി നടത്തുന്നുണ്ടെങ്കിലും അന്ന് എല്ലാവരും വന്നുകൊണ്ടിരുന്ന ആലുവ സമിതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് 250 പേരോളം ഭജനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്വാമിയുടെ ഡേയ്സിലേക്കായിരുന്നു അവരുടെ മുഴുവൻ ശ്രദ്ധ. ഭജന അവസാനിക്കാറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ദിവസവും ആരാധിക്കുന്ന പൂജാമുറിയുടെ മുമ്പിൽ ഈ സ്ത്രീകളെല്ലാം വന്ന് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കൊരു ഭയങ്കര മനപ്രയാസമുണ്ടായി. ഞാൻ ഭഗവാനോട് പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഞാൻ കാണിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ ഇവരുടെ ആരുടെ അടുത്തും എഴുന്നേറ്റ് പോകാനും പറയാൻ പറ്റില്ല. എല്ലാവരും ഭഗവത് സ്മരണയിൽ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കണ്ണീരോടുകൂടി ഞാൻ എൻ്റെ പൂജാമുറിയിലേക്ക് നോക്കിയ സമയത്ത് ഒരു മൂടൽമഞ്ഞ് വന്ന് പൂജാമുറി മുഴുവൻ മൂടിയിരിക്കുന്നതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ വേഗം കണ്ണ് തുടച്ച് ഒന്നും കൂടി വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴും നമ്മളിപ്പോൾ ഈ ഹൈ റേഞ്ചിലൊക്കെ കാണുന്നത് മാതിരി മൂടൽമഞ്ഞ് വന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ ഞാൻ സ്വാമിയുടെ ഡേയ്സിലേക്ക് നോക്കിയപ്പോൾ ഈ പൂജാമുറി മുഴുവൻ അവിടെയുണ്ട്. അതായത് ഭഗവാൻ പൂജാമുറിയിൽ മാത്രമല്ല എവിടെയുമുണ്ട്, ഈ ഡേയ്സിലുമുണ്ട് എന്ന് എനിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ അനുഭവമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.